ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം വർഷം മാസ്. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം ഒരു CS റാങ്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണേ 2-3 കളിയായിട്ട് ഫുള്ള് മൈനസാണ്. ആകെ ഒരു 7 സ്ട്രൈക്കോളം ഇനി ആ 7 സ്ട്രൈക്കും മൂജിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ USB എടുത്തിട്ട് നമ്മൾ വന്ന് പെട്ടിട്ടുള്ളതാണെങ്കിൽ സോളറയിലാണ്. നമ്മളിപ്പോൾ 3 മലയാളീസ് തന്നെയാണ്. 2 ആൾക്കാരെങ്ങാനും നമ്മളെ ഗിൽഡിലുള്ള അമ്മമാരും കൂടിയാണ്. അപ്പോൾ തന്നെ വേറെ വെക്കുന്നത് അമ്മമാരൊക്കെ കളി തുടങ്ങിയപ്പോഴത്തിനാണ്ട് റിക്വസ്റ്റ് ഇടാനും വെക്കാനും കരയുന്ന ഇമോജൊക്കെ ഇട്ടിട്ടുണ്ട്. I7 എന്തായാലും നമ്മൾ സോളറയിലാണ് വന്ന് പെട്ടിട്ടുള്ളത്. ഇനി പോകും അപ്പോഴത്തിന് കുറച്ച് നേരം നമ്മളെ എന്തോ ജാമായ പോലെ അങ്ങനെ ഇറങ്ങാൻ കഴിയില്ലായിരുന്നു. പിന്നെ എന്തൊക്കെ കാട്ടി നെക്കിയപ്പോൾ അങ്ങോട്ട് ഓടി. പിന്നെ മെല്ലെ പോയി കണ്ട് അവിടെ അപ്പോഴത്തിന് നമ്മളെ ചെക്കന്മാർക്ക് നല്ല രീതിയിൽ അടിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഒളിച്ചൊന്ന് അടിക്കാൻ നിൽക്കണേ. ഞാനാണെങ്കിൽ അപ്പോഴത്തിന് മെല്ലെ കയറി പോയാണ്ട് അപ്പോഴത്തിന് അമ്മമാർ ബോംബൊക്കെ എടുത്തു തരണം. ഞാൻ അപ്പോഴത്തിന് ഓടി അമ്മമാരോട് ദിമിത്രി ഇട്ടൊക്കെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഓടി. പിന്നെ അപ്പോഴത്തേന് നമ്മളൊരു ചെക്കൻ നോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഒരുത്തന് 110 കൊടുത്ത് ഞാനങ്ങ് നോക്കിയിട്ടുണ്ട്. വേറെ ഒരുത്തനും വന്ന് ബാക്കിൽ നിന്നും അടിക്കുന്നു. ഞാൻ അവനും ഹെഡ് അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. വേറെ ഒരുത്തനും അതാ വണ്ടി വന്ന് അവനും ഫുൾ റെഡ് അടിച്ചങ്ങ് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് തന്നെ മാസ് കാണിച്ചിട്ടുണ്ട്. 3 കില്ല് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് എന്താവുമെന്നാവോ. എന്തായാലും ഫസ്റ്റ് റൗണ്ട് എടുത്താൽ പിന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം വരാൻ പോകില്ല. ഗൈസ് അതെനിക്കൊരു വലിയ സപ്പോർട്ടായി തരാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഗിൽഡ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി ഒരു സെക്കൻഡ് ഗിൽഡ് തുടങ്ങണോ വേറെ ഗിൽഡ് തുടങ്ങണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇപ്പം SSMN2 നമ്മൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തോളാം. ഒരുപാട് പേര് ഗിൽഡ് കയറ്റി നമ്മൾ മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഗില്ലിൽ 20 ആളോളം ഉണ്ട്. നിങ്ങൾ പിന്നെ കുറേ ആളോട് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാനൊക്കെ പറഞ്ഞിരുന്നു. ആരും മെസ്സേജ് ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല. 2-3 ആൾക്കാർ അയച്ചിരുന്നു. അവന്മാരെ ഗ്രൂപ്പ് തുടങ്ങാനും വേണ്ട ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തിങ്കളാഴ്ച അല്ല ഒരുപാട് പ്ലേയേഴ്സിനെ കിക്ക് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയല്ല കിക്കയിലും ഗ്ലോറി എടുക്കാതെ കുറേ ദിവസമായി ഗിൽഡ് തുടങ്ങി വന്നു തൊട്ട് പിന്നെ അവന്മാരൊന്നും ആക്റ്റീവ് അല്ലാത്തവന്മാർക്ക് ഇടിച്ച് കിക്ക് ചെയ്യാന്നാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ഏതവനും ഗ്ലോറി എടുക്കുന്നില്ല. മറ്റന്നാളെയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കിക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ഞാൻ ഈ UMP എടുത്ത് സൈത്തൊക്കെ പിടിച്ച് അങ്ങനെ പോകുമ്പോഴാണ് അപ്പോഴത്തേനും നമ്മളെ ചെക്കൻ വേറൊരുത്തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റന്നെ നൈസ്. അപ്പോഴത്തേന് ഞാൻ ഒരുത്തന് 110 UMP കൊണ്ട് കൊടുത്ത്. അവനാണെങ്കിൽ ഇങ്ങനെ സ്കൂപ്പ് നിൽക്കുക. മറ്റവനാണെങ്കിൽ ഓൾറെഡി ഡാമുള്ളതുകൊണ്ട് തന്നെ ഒരു 26-നുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ഗണ്ണും എടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇതൊക്കെ ഗ്ലോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്താണ് ഇപ്പോൾ G36 ഉണ്ടായിരുന്നു. എനിക്ക് MH എടുക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രോസ് അങ്ങ് എടുത്ത് MH എടുത്താൽ പിന്നെ ലോങ്ങൊന്നും അടിക്കാൻ കണ്ണുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ലോങ്ങൊന്ന് നല്ല രീതിയിൽ ഡാം കൊടുക്കാമെന്നാണ് കരുതുന്നുള്ളത്. ലോങ്ങ് തന്നെ നമ്മുടെ അടുത്താണ് ഐറിസാണ് ക്യാരക്ടർ. ഗ്ലൂ വാളിലുള്ള കൂടെ അടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ കഴിയും. ഐറിസ് ഇട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളിക്കാൻ. അപ്പം തന്നെ ഞാൻ UMP എടുത്തിട്ട് സൈത്തൊക്കെ പിടിച്ചിട്ട് ഓടുകയാണ്. അവിടെ എനിക്ക് 2-3 കില്ലും കൂടിയൊക്കെ എടുക്കണം. ഞാനാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് നല്ല മാസം അടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മമാരാണ് എനിക്ക് കില്ലും തരും തോന്നില്ല. ഞാനാണെങ്കിൽ പിന്നെ റൈറ്റിൽ കൂടെ പോയി അമ്മമാരെ അടിക്കുക വിചാരിച്ചു. റഷ് ചെയ്ത് വെറുതെ ചാണ്ട കരുതി. പിന്നെ ഗ്ലോസൊക്കെ പിടിച്ചും റഷ് ചെയ്ത് കളിക്കുക വിചാരിച്ചു. ഞാൻ ലെഫ്റ്റിലൂടെ പോയി അടിക്കാൻ കരുതി. അവന്മാരവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോഴത്തേന് നമ്മൾ ടീംമേറ്റ്സിനൊക്കെ നല്ല രീതിയിൽ ഡാം ഇട്ടിട്ടുണ്ട്. ടീംമേറ്റ്സിനൊക്കെ ഒരുത്തൻ നോക്കായിട്ടുണ്ടായിരുന്നു. ഇനി അവനെ പോയി കണ്ട് ഞാനാണെങ്കിൽ നല്ല രീതിയിൽ ഡാം എടുത്ത് ഇവിടെ കുത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ടീംമേറ്റ് കില്ല് കുമ്മിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരുത്തന് നല്ല രീതിയിൽ ഡാം എടുത്തു. അപ്പോഴത്തേന് ഞാൻ ഐറിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 156 കൊടുത്ത് എൻ്റെ കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ നടന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് നോക്കും ഡാമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുത്തന് കൂടി 2 കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൗണ്ടിൽ പിന്നെ കുറച്ച് ഇമോട്ടൊക്കെ ഇട്ട് ഷോ അടിക്കും. ഞാനാണെങ്കിൽ എത്ര നോക്കിട്ടടാ ഒരുപാട് നോക്കിട്ട് കുറേ ഡാമും കൊടുത്തു. ഈ റൗണ്ടും ഗ്രോസ് കൊണ്ട് തന്നെ കളിക്കാമെന്നാണ് കരുതിയിരുന്നത്. പിന്നെ ഗ്രോസ് തന്നെ മതിയല്ലോ നമുക്ക് ധാരാളം. നേരത്തെ പോലെ തന്നെ നല്ല രീതിയിൽ ഗ്രോസ് കൊണ്ട് നല്ല രീതിയിൽ ഇതേപോലെ കില്ലൊക്കെ എടുത്തിട്ട് ഈ കളി നമുക്ക് അങ്ങ് എടുക്കാം. അപ്പോൾ 3 മുടയാണ് സ്കോർ. അവന്മാരാണ് തീരെ കളിക്കാത്ത പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അവിടെ കേസ് അവന്മാർ അത്ര പോരാ. ഹൈലൈറ്റ് ഹീറോയിക് ലോബിയാണ്. എന്നിട്ടും അവന്മാരൊന്നും നല്ല രീതിയിൽ കളിക്കുന്നില്ല. അവന്മാരൊക്കെ ഈ ന്യൂ പ്ലേയേഴ്സാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ റൗണ്ടും കൊണ്ട് എടുത്തിട്ട് ഈ കളി പെട്ടെന്ന് ജയിക്കണം.
പെട്ടെന്നിട്ട് വിൻ ചെയ്യണം. ഞാൻ ഇവിടെ ഒക്കെ എനിമി ഉണ്ടോ നോക്കി, ഇവിടെ ഒന്നും എനിമിയും കാണുന്നില്ല. വേഗം തന്നെ അമ്മമാരെ അടിച്ചിടാന്നാണ് എൻ്റെ പ്ലാന്. അവിടെ ഒന്നും എനിമിയും കാണുന്നില്ല. ഞാൻ എന്തായാലും പോയി ഇവിടെ നിന്നൊക്കെ എനിമി എവിടെ ഉണ്ടാകുന്ന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങ് പോയപ്പോഴത്തേന് അവന് അവിടെ എനിമീസ് വന്നിട്ട് കില്ല് രണ്ട് നോക്ക് എങ്ങാനും എടുത്തേ. പിന്നെ ഞാൻ റഷ് ചെയ്ത് അടിക്കുക വിചാരിച്ചു. ഓൻ്റെ എയ്സായിരുന്നു. എയ്സല്ല അവൻ്റെ കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ്റെ എയ്സാണെന്ന്. ഞാൻ പിന്നെ വെറുതെ പോയി കുത്തി പിടിച്ചേ. പിന്നെ നമ്മൾ ഈ കളി MVP അടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ന്യൂ ഗിൽഡ് തുടങ്ങണമെങ്കിൽ തന്നെ നിങ്ങൾ ന്യൂ ഗിൽഡ് തുടങ്ങാമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ